50 വർഷത്തിന് മുമ്പ് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ ഞാൻ ഈ വേദിയിലൂടെ ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ലാൽ കടന്നു വരുന്നു. കാരണം സ്കൂളിൽ ഞങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലാലും ലാലിന്റെ കുറച്ച് സീനിയേഴ്സുമായിട്ട് ഒരു പ്രോഗ്രാം നടത്തിയ കഴുത്ത് പരിപാടി. ഞാനത് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ലാല് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാ. അപ്പൊ എനിക്ക് ശരിക്കും കൈകാര്യം കയറുക, കാരണം സ്കൂളിൽ കലോത്സവത്തിന് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ ഞാൻ. അപ്പൊ പറഞ്ഞില്ല, നീ ധൈര്യമായിട്ട് കയറുന്നവർക്ക്. അത് 1975 ഡിസംബർ മാസമായിരുന്നു. അതായിരുന്നു എന്റെ ആദ്യ വേദി. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ആരുമില്ലെങ്കിലും ലാല് വേണം. ലാലാണ് ഫസ്റ്റ് തുടക്കക്കാരൻ. വരെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. എല്ലാവരും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല വേറൊരു വലിയ അത്ഭുതം കൂടെ ഉണ്ട് ലാലിനെ കുറിച്ച് പറയാനായിട്ട്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂടുതലും പെൺവേഷം എടുത്തിരുന്നത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? പുള്ളിയുടെ ശബ്ദം സ്ത്രീകളുടെ ആയിരുന്നു. അത് പറഞ്ഞു. ശബ്ദത്തിന്റെ ഭംഗിയുണ്ടായിരുന്നു. അതൊരു വലിയ അത്ഭുതമാണ്. ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഏതായാലും ഒത്തിരി നന്ദി. ഡിലേ വരാം. ഞാനൊന്ന് ശ്രമ ചോദിച്ചോട്ടപ്പോ ഞാൻ കരുതി പതിയെ കൊല്ലുമ്പോ കാണിച്ചു ഇതൊരു ഭീകര ജന്മമാണല്ലോ. വിടാൻ പറ്റുമോ? അതിങ്ങനെ പണികൊടുത്തിട്ട് പോകാറ് ഓണസ്റ്റ്. അല്ല അവൻ പറഞ്ഞില്ല പഠിക്കുന്ന പറഞ്ഞു ഇവനെ പറ്റി എല്ലാവരും നല്ലത് പറയുമ്പോ അങ്ങനെ തോന്നിയതൊക്കെ പറഞ്ഞു. എനിക്ക് ഇത്രയും കാലം നമ്മളാരും പ്രസാദത്തിൽ നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? പറഞ്ഞിട്ടുണ്ടോ ഈ ഭയങ്കരാണോ? പക്ഷെ നമുക്കൊക്കെ അറിയാം, നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോ പേടിയെന്ന് വെച്ചാൽ പിന്നെ അഹങ്കാരം കൂടുമെന്നൊരു ഇങ്ങനെയൊക്കെ പറഞ്ഞ കുഴപ്പത്തില്ല അല്ലേ? അപ്പൊ അങ്ങനെ അഹങ്കാരം കൂടുന്നത് ഈ തൊട്ട സത്യമൊക്കെ വയറൊക്കെ അറിഞ്ഞപ്പോ മറ്റേ ഇഞ്ചിയുടെ അതുപോലെ ഞാൻ ഒരു ഔചിത്യമില്ലാത്തൊരു കഥ പറയാം. ഇവന്റെ ഈ മടുപ്പൊന്നും മാറാൻ പറ്റില്ല. ഇവരെല്ലാ കാര്യങ്ങളും ഇവരൊക്കെ എന്തൊക്കെ ചെയ്തു സ്റ്റേജ് പരിപാടികള് അസറ്റ്സ് അതൊക്കെ വൻ സക്സസ് ആണ്. ഇതിന്റെ അഹങ്കാരത്തിനിടയ്ക്ക് പിന്നെ അറിയാൻ പാടില്ലാത്തൊരു പണി ചെയ്തിരിക്കും. അത് മാത്രം ഇവരുടെ പൊട്ടിപ്പോടും. അതൊന്നുമല്ല, കല്യാണം വീഡിയോ കവറേജ് ചെയ്യാനായിട്ട് പോകാൻ തുടങ്ങിയില്ല, പോയേ ഉള്ളൂ ഒരിക്കലും. അതിന്റെ അനുഭവം എനിക്കറിയാവുന്നതാണല്ലോ. നമുക്കറിയാവുന്ന സുഹൃത്തിന്റെ വീട്ടിൽ അപ്പൊ കല്യാണം അറിയാവുന്നുണ്ടല്ലോ. വിശാലത്തെ പറഞ്ഞിട്ടാണോ ലോകത്തിലെ എല്ലാ തമസവും സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണല്ലോ വിശാലി. അപ്പൊ അറിയാമായിരുന്നു ചോദിച്ചാൽ
ഇവൻ വന്ന് കല്യാണമൊക്കെ കവർ ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഇവൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ എന്നെ കുറെ എഡിറ്റ് ചെയ്ത് കുറച്ച് പ്രൊസൻസ് ഒക്കെ അയച്ചു കൊടുത്തു വീട്ടിലേക്ക്. ഇവര് കല്യാണ കാസറ്റിന്റെ വീഡിയോ ഇവർക്ക് കാണുമ്പോൾ ചെക്കൻ ഒരു ബ്ലാക്ക് ഫ്രെയിം, അതിന് ചെക്കൻ വന്നിട്ട് കുഞ്ഞു നോക്കിയിട്ട് പോകും. അതിന്റെ കുറെ പെണ്ണ് വന്നു കുഞ്ഞു നോക്കിയിട്ട് പോകും. പിന്നെ പെണ്ണിന്റെ അപ്പം വന്നു അങ്ങനെ വരും കല്യാണ വീട്ടില്. ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഫ്രെയിമിൽ വന്നിട്ട് തിരിച്ചു പോവുക. ഫ്രെയിം മൊത്തത്തിൽ ഇതെന്ത് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. സാധനം വന്നപ്പോഴാണ് പ്രസാദ് അപ്പൊ വേറെ 1-2 ഷോട്ട് കൂടി എടുക്കാറുണ്ട് അവിടെ വീടിന്റെ മുറ്റത്തേക്ക് നടന്നു. ആ ഷോട്ട് എടുത്തിട്ട് പ്രസാദ് ക്യാമറ ആയിട്ട് വരുന്നു. ആ വരുന്നത് കണ്ടപ്പോ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ വന്നത് എങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു. അതുകൊണ്ട് സന്തോഷമാണ്. ഇപ്പൊ നടന്നത് കാണുമ്പോൾ കണ്ടില്ല നന്നായി ഇത്രയ്ക്ക് നന്നായിട്ട് എടുത്തുള്ളൂ. അത്രയും ഭീകരനാണ്. അതുകൊണ്ട് പറഞ്ഞു